ശിവോ ശിവോ, എന്താന്ന് നീ കേക്കണേ? കലികാല വൈഭവം, കലികാല വൈഭവം. ദേവി പ്രതിഷ്ഠ ഇരിക്കണേ വഴിയിലൂടെ പള്ളി പ്രദർശനം പോകുകയോ? ഇല്ല ഇല്ല, നോമ്പ് നമ്മുടെ കൂട്ടരും ഇത് സമ്മതിക്കില്ല. സപ്പന്മാർ വീട്ടിൽ കൂശുമാറ്റങ്ങൾ. ഓ പിന്നെ മതി മതി, ഒരുപാടങ്ങ് കത്തി കയറാത്. ഞങ്ങളെ തോമാശ്രീയോ നേരിട്ട് വന്ന് മാമോദിസ മുഖ്യ പാരമ്പര്യമുള്ളവരാ. പിന്നെ ഇത് പൊതുവഴിയാ, ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. നിങ്ങൾ രണ്ടു കൂട്ടരും ശരിയല്ല. നമ്മുടെ സത്യമതത്തെ വിശ്വസിക്കാത്ത ഹറാമിൽ ബിസ്മില്ലാഹിർറഹ്മാനായ തമ്പുരാനെ. ആഹാ, നീ ആരാണ് തമ്പുരാൻ? ആ പോടാ ശീതാന്മാർ, ശുംഭന്മാർ, പോടാ. ടീച്ചറമ്മ, എന്താ കുട്ടികളെ ഇത്? ഞാൻ ആദ്യക്ഷരം എഴുതാൻ പഠിപ്പിച്ച എന്റെ കുഞ്ഞുങ്ങൾ തന്നെയാണോ ഇത്? ക്രിസ്തുദേവന്റെ മഹാത്യാഗവും നബിയുടെ നീതിപാഠങ്ങളും ശ്രീകൃഷ്ണന്റെ ധർമ്മോപദേശങ്ങളുമൊക്കെ നിങ്ങളെ പഠിപ്പിച്ചത് ഞാനല്ലേ? എന്റെ കുഞ്ഞുങ്ങളെ എന്റെ മുന്നിൽ കിടന്ന് നിങ്ങൾ ഇങ്ങനെ പരസ്പരം പോരാടുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. ഉണ്ണി, നീയും ജോണിയും എന്നും ഒരിലയിൽ നിന്ന് ചോറ് പങ്കുവെച്ച് കഴിച്ചിരുന്നവരല്ലേ? അബ്ദു, കളിക്കിടയിൽ വീണ് നെറ്റുമുറിഞ്ഞ നിന്നെ ചേർത്തിരുത്തി നിനക്ക് വെള്ളം തന്നതും നിന്നെ താങ്ങി ധർമാശുപത്രിയിൽ എത്തിച്ചതും ഈ ജോണിയും ഉണ്ണിയുമല്ലേ? മക്കളെ, മറവ് നിങ്ങളെ പാടെ കീഴടക്കിയോ? മതാന്തത നിങ്ങളുടെ കണ്ണുകളെ മറച്ചോ? പരസ്പരം വിദ്വേഷം കൊണ്ട് നടക്കുവാനും പൊരുതി മുറിക്കുവാനുമൊക്കെ ഒരു മതങ്ങളും നിങ്ങളെ ഉപദേശിക്കുന്നില്ല. നിങ്ങളിപ്പോൾ കഴിയുന്ന ഈ മൂന്നാന്തതയുടെ കെട്ടുകൾ അഴിക്കൂ. പിന്നിട്ട് വഴികൾ നിങ്ങൾക്ക് കയറ്റാനായവർ അവരെ മറക്കല്ലേ കുഞ്ഞുങ്ങളെ, മറക്കല്ലേ. ഈ ചെറു ജീവിതം ഇങ്ങനെ പൊരുതി തീർക്കല്ലേ മക്കളെ, അരുത് മക്കളെ. ടീച്ചറമ്മ പൊറുക്കണം. ഞങ്ങൾക്ക് തെറ്റി പറ്റിപ്പോയി. ടീച്ചറമ്മയുടെ വാക്കുകൾ ഞങ്ങളുടെ മറവിയുടെ മൂടുപടം മാറ്റി. ഞങ്ങൾ അന്യോന്യം ചെയ്തിരുന്ന നന്മകൾ ഓർക്കാൻ അതിടയാക്കി. ഇനി ഒരിക്കലും പ്രത്യയ ശാസ്ത്രങ്ങളും സ്ഥാപിത താല്പര്യങ്ങളും ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത്